ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എക്സാം ഒക്കെ എഴുതാ പടിവാതിക്കൽ നിൽക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈലന്റ് ലൈവുകളൊക്കെ നിങ്ങൾ പ്രോപ്പറായി ഫോളോ ചെയ്യുക, മാരത്തോൺ ലൈവ് ഫോളോ ചെയ്യുക, സൂപ്പർ 60 ഫോളോ ചെയ്യുക. സൈലന്റ് നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ പല മക്കളുടെയും ഒരു സംശയം ഉണ്ടായിരിക്കും, സാറേ ഈ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണോ എന്ന് പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്. എങ്കിൽ ഞാൻ അവരോട് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രം, ഈ വർഷം നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കുഴപ്പിച്ച 1-2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനൊക്കെ എവിടുന്നാണ് ആക്ച്വലി അവർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്? മറ്റെവിടുന്നുമല്ല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ, ഇതേ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ 2.10 എന്ന് പറഞ്ഞ എക്സാമ്പിൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 90% നമ്മുടെ NCERTയുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻറ്റോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉണ്ടാവും കൂടെ. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നു. ആദ്യം എൻ്റെ കയ്യിലൊരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഒരു 100 വോൾട്ട് ബാറ്ററി അടിച്ച് ചാർജ് ചെയ്തു. എന്നിട്ട് ഇതേ കപ്പാസിറ്ററിനെ, ചാർജ് ആയ കപ്പാസിറ്ററിനെ ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് പാരലി എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തിന്റെ എനർജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ ഒരേ കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം പാരലൽ കണക്ഷന് വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഒരേ കപ്പാസിറ്റർ ആയതുകൊണ്ട് തന്നെ ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ 100 വോൾട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇതിന് അക്രോസ് കിട്ടുന്നത് 50 വോൾട്ട് ആയിരിക്കും, ഇതിന് അക്രോസ് കിട്ടുന്നത് 50 വോൾട്ടാണ്. നിങ്ങൾക്ക് ആ രീതിയിൽ ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഒറിജിനൽ മെത്തേഡ് എന്താണ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ C1 C2 ഒക്കെയാണ് വരുന്നതെങ്കിൽ എങ്ങനെ ഇത് പ്രോബ്ലം ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഇവിടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ചാർജ് ഞാൻ Q1 ആയിട്ടും ഈ ഒരു സിസ്റ്റത്തിന്റെ ചാർജ് ഞാൻ Q2 ആയിട്ടും എടുത്താൽ, സിസ്റ്റത്തിന്റെയാണ്, ഒരൊറ്റ കപ്പാസിറ്ററിന്റെ അല്ല, ആ സിസ്റ്റത്തിന്റെ ചാർജാണ് Q2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് Q1 = Q2 ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം അവിടെ തുടങ്ങാം. ആദ്യത്തെ സിസ്റ്റത്തിന്റെ ചാർജ് ഞാൻ എന്ത് വിളിച്ചു മക്കളെ? ആദ്യത്തെ സിസ്റ്റത്തിന്റെ ചാർജിനെ ഞാൻ Q1 എന്നും രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ചാർജിനെ Q2 എന്നും വിളിച്ചു. ആദ്യത്തെ Q എന്ന് വെച്ചാൽ നമുക്കറിയാം CV ആണ് അല്ലെ. അപ്പോൾ C1 V1 = നമുക്ക് C2 V2 എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസ് ആദ്യത്തെ തന്നിട്ടുണ്ട്. എത്രയാണ്? 900 × 10⁻12 ആണ്. വോൾട്ടേജ്, ഫസ്റ്റിലത്തെ വോൾട്ടേജ് 100 വോൾട്ട് തന്നിട്ടുണ്ട്. 100 എന്ന് കൊടുക്കാം. = C2 നിങ്ങൾ നോക്കുക. C2 എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കപ്പാസിറ്റർ അല്ല, ഈ ഒരു സിസ്റ്റത്തിന്റെ കപ്പാസിറ്റൻസ് ആണ്, പാരലാണ്, കപ്പാസിറ്റൻസ് 2C ആണ്. അപ്പോൾ 2 × C എത്ര മക്കളെ? 900 × 10⁻12 എന്ന് കൊടുക്കാം. വോൾട്ടേജ് C2 എന്ന് പറയുന്നത് 900 പ്ലസ് എന്താണ്, 900 പൈക്കോഫാരഡ് ആണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? പൈക്കോഫാരഡ് മാറ്റാൻ വേണ്ടി 10⁻12 മൾട്ടിപ്പിൾ ചെയ്തു. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 900 വെട്ടിക്കളയാം, 10⁻12 വെട്ടിക്കളയാം. എങ്കിൽ V2 നമുക്ക് എത്ര കിട്ടും? 100/2 50 എന്ന് കിട്ടി. 50 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 50 എന്ന് കിട്ടി. ഇനി അതൊന്നുമില്ല, ഒരേ കപ്പാസിറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഇവിടുത്തെ വോൾട്ടേജ് ഈക്വൽ എന്ത് ചെയ്ത് പോകും, ഡിവൈഡ് ചെയ്ത് പോകണം. അതാണ് ന്യായം. ഓക്കെ അല്ലേടാ? എങ്കിൽ വോൾട്ടേജ് കിട്ടി. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എനർജി കണ്ടുപിടിക്കാം. മക്കളെ നമുക്കറിയാം എനർജി ഡിക്കേഷൻ ½CV² ആണ്. മക്കളെ ഇവിടുത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അത് നമുക്കറിയാം, 2 കപ്പാസിറ്റർ 2C ആണ് അല്ലേ. അപ്പോൾ 2 × C നമുക്കറിയാം 900 × 10⁻12 ആണ്. വോൾട്ടേജ് 50 ആണ്, 50ന്റെ സ്ക്വയർ ആണ്. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഐ തിങ്ക് ആ ആൻസർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് 2.25 × 10⁻6 ആണെന്ന് തോന്നുന്നു. 2.25 യെസ് കറക്റ്റ് ആണ്. 2.25 × 10⁻6 ജൂൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഈ എക്സാമ്പിളിൽ നിന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒന്നുമില്ല, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് അത് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിരിക്കും. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.